പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന റൂട്ട് ട്രെയിനർ കപ്പ് റബ്ബർ തൈകൾ എങ്ങനെ നമ്മൾ തയ്യാറാക്കുന്നതിനെ പറ്റിയാണ്. അതിന് ചില വീഡിയോയിലൊക്കെ മോശമായ ഇതൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ അത് നീക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യഘട്ടം ഇതാണ്. നമ്മളൊരു കപ്പ് എടുത്തു. ഇത് 600 cc കപ്പാണ്. റബ്ബറോട് റെക്കമെൻഡ് ചെയ്യുന്ന, പ്രിഫർ ചെയ്യുന്ന ആ ടൈപ്പ് കപ്പാണ്. ഞാൻ നോക്കിയറിയാം, 600 cc ലെവലുള്ള കപ്പാണ്. കൂടുതൽ കപ്പ് റൂട്ട് ട്രെയിനർ ആക്കുന്നതിന് 600 cc കപ്പ് മതി. അതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ നാരുള്ള ചകിരിച്ചോറ്, നാരില്ലാത്ത പറ്റിയതൊക്കെ നിങ്ങൾ നോക്കിയറിയാം. ഇത് കറ കളഞ്ഞിരിക്കുന്ന ചകിരിച്ചോറാണ്. ഇതിങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് ഇങ്ങനെ വെച്ച് ഉണ്ടോ പ്രസ് ചെയ്ത് നോക്കും. ഇതിൻ്റെ നമ്മളിതിൻ്റെ ഏകദേശം നിറക്കുന്നതിൻ്റെ നിറക്കുന്ന അറിയണമെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് ഇത് എന്നിട്ട് ഇത് ഇങ്ങനെ തട്ടി നിന്നിട്ട് ഊരി നോക്കണം. ഉണ്ടോ? ഇത്രയും ടൈറ്റേ പാടുള്ളൂ. ഓവർ ടൈറ്റായി കഴിഞ്ഞാൽ അത് നമ്മൾ തൈ എടുത്ത് അത് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ടൈറ്റിലാണ് നമ്മൾ റബ്ബർ തൈ ആക്കുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ സ്റ്റാഫ് നമ്മൾ ചെയ്യുന്നുണ്ടോ, ഇത് കുത്തി നിറക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതൊക്കുന്നത്. മേലെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യും. ഈ നാരുള്ളത് ഉപയോഗിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, ഇത് കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ നാരുകൾ അല്ലെങ്കിൽ ചോറ് കംപ്ലീറ്റ് അത് ദ്രവിച്ചു പോവും. അല്ലെ അത് പോയി കഴിഞ്ഞാൽ വേരുപിടുത്തം കുറയും. കുറയുന്നതുകൊണ്ടാണ് നാരുള്ള ചകിരിച്ചോറ് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നിറച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റബ്ബർ തൈ വെക്കുകയാണ്. എല്ലാം ബെഡിൽ മുളച്ച് നമ്മൾ പറിക്കാൻ പരുവത്തിന് നിൽക്കുകയാണിപ്പോൾ. എല്ലാം നല്ല റെഡിയായിട്ട് ഇപ്പോൾ നമ്മൾ പറിച്ച് നട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിവിടെ കൂടയിൽ നമ്മൾ ആക്കുന്നുണ്ട്. കൂടെ നിറച്ച് കൂടെ നമ്മൾ ഇത് നമ്മളൊരു കമ്പ് കുത്തിയിട്ട് ഇതിനകത്ത് നമ്മൾ ഇറക്കിയിട്ട് നമ്മളിങ്ങനെ വെക്കുകയാണ്. ഇങ്ങനെ തൈ ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. കൊണ്ട് ഇതിൻ്റെ കുരു പൊട്ടാണ്ട് നമ്മൾ വെച്ചേക്കാണ്. ഈ കുരു ഇത്ര താന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചകിരിച്ചോറിട്ട് അമർത്തി കറക്റ്റ് നേരെ വെക്കും. എന്നിട്ട് ഉണ്ടോ നേരെ ഇങ്ങനെയാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. ആദ്യത്തെ കട്ട ഇതാണ്. എന്നിട്ട് നമ്മൾ മണ്ണിലേക്ക് 3 എണ്ണം, ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം, ഇതെല്ലാം 3 എണ്ണമായിട്ട് അത് കാണിച്ചു തരാം ലാസ്റ്റ്. ഇത് നമ്മൾ ഇങ്ങനെ തൈ വെച്ച ശേഷം നമ്മൾ ഇതിങ്ങനെയല്ല വെക്കുന്നത്. നമ്മൾ സാധാരണ നമ്മൾ 3 ലൈനായിട്ട് തറയിൽ മണ്ണിൽ കുഴിയെടുത്ത് അതിനകത്ത് ഉറപ്പിച്ച ശേഷം അത് നടുക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തൈ നട്ട് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ മണ്ണിൽ കുഴിച്ച് അവിടെ വെച്ചേക്കാണ്. 3 എണ്ണമായിട്ട് വെക്കുകയാണ്. ബെഡ് ഇതുപോലെ മൂന്നായിട്ട് വെക്കുന്നത്. അത് മണ്ണിൻ്റെ ബെഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ തൈ ബെഡ് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 3ാമത്തെ സ്റ്റെപ്പ് ഒരു ബെഡ് ചെയ്യും. അപ്പോൾ തൈക്ക് ഏകദേശം മണ്ണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വണ്ണേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ബെഡ് ചെയ്യുന്നത്. അപ്പോൾ ബെഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ പണ്ടൊക്കെ നമ്മൾ ബ്രൗൺ ബെഡ് ചെയ്യുന്ന ഇലക്കണ്ണാണ് കൂടുതൽ എടുത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചെറിയ തൈ ഗ്രീൻ ബെഡ് അല്ലെങ്കിൽ യങ് ബെഡ് ചെയ്യുന്ന തൈക്കൊക്കെ നമ്മൾ ചെയ്യുന്ന സാധാരണ ഏറ്റവും കൂടുതൽ സി കണ്ണാണ്, ചന്ദ്രക്കര പോലുള്ള കണ്ണാണ്. ഇപ്പോൾ നിങ്ങൾ അതിനകത്തൊക്കെ നോക്കി കാണാം. ഇതെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില തെറ്റിദ്ധാരണ ഉള്ളത് വെച്ചാൽ അങ്ങനെയുള്ള കണ്ണെടുത്ത് ബെഡ് ചെയ്താൽ പാല് കുറവ് ആണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനുള്ള പാല് കുറവാണെങ്കിൽ നമ്മൾ ഈ നേഴ്സറി ഇവിടെ ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ 35 വർഷമായി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ ഞാനൊരു 30 വർഷത്തിന് മേലെ ആയി യങ് ബെഡ് റബ്ബർ തൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ചെറിയ തൈക്ക് ചെയ്യുന്ന ഈ സി ക്ലാസ് കണ്ണ്, ഈ ചന്ദ്രക്കല എ ക്ലാസ് കണ്ണെടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. അത് വലിപ്പം അതിൻ്റെ കവിളിന് നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയുള്ള തൈകൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ചെറിയ തൈകൾ. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നോക്കിയാൽ അറിയാം. ഇതാണ് ഇലക്കണ്ണ് കേട്ടോ. ഇതിൻ്റെ സൈഡ് ഇല പൊഴിയുന്ന ഇവിടെ കുറച്ച് വീതി കൂടുതലുള്ളതാണ്. നമ്മൾ എപ്പോഴും ചെറിയ തയ്യൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ സി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രക്കല പോലുള്ള കണ്ണെടുത്ത് ചെയ്യുന്നത്. ഉണ്ടോ, ചന്ദ്രക്കലയുള്ള പോലുള്ള കണ്ണ്. ഇതിന് പിടുത്തം ജാസ്തിയുണ്ട്. അത് മാത്രമല്ല പെട്ടെന്ന് മുളയ്ക്കും. ഇലക്കണ്ണ് മുളയ്ക്കാൻ കുറച്ച് ലേറ്റാവും. ഇത് പെട്ടെന്ന് മുളയ്ക്കുകയും ചെയ്യും. നല്ല വളർച്ചയുണ്ട്, നല്ല ഉൽപ്പാദനമുണ്ട്. നമ്മൾ ഉൽപ്പാദനം കുറവാണെന്നുള്ള തെറ്റിദ്ധാരണ വെറുതെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത റബ്ബറിനൊന്നും പാല് കിട്ടാനും സാധ്യതയില്ല. ആരും രണ്ടാമത് റീപ്ലാന്റ് ചെയ്യുമ്പോൾ ഈ തൈ എടുക്കുകയില്ല. കാരണം നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ഈ സി ക്ലാസ് കണ്ണാണ്.
അപ്പം തെറ്റിദ്ധാരണ വരുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ ഇതിനിടയ്ക്ക് കണ്ടു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാൻ നിർബന്ധിതനായത് ഇതിനെപ്പറ്റി. അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പം വേറെ കാര്യം, അപ്പോൾ അങ്ങനെ ബെഡ് ചെയ്ത് നമ്മുടെ ചെറിയ തൈയിലാണ് ബെഡ് ചെയ്യുന്നത്. അത് ചെയ്ത് നമ്മൾ ബെഡ് ചെയ്ത് 25 ദിവസം കഴിയുമ്പോൾ നമ്മൾ ബെഡ് അഴിച്ചു വിടും. 25-ാമത്തെ ദിവസം മുതൽ നമ്മൾ ബെഡ് അടിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചുറ്റും മുറുകിയിട്ട് നമ്മൾ അത് അഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ഒരു 15 ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് മുറിക്കാൻ പറ്റും. ഇതുകൊണ്ട് അത് ചെയ്ത തൈയാണ്, ആദ്യം ചെയ്ത തൈയാണ്. ഇതിൻ്റെ മുളച്ചിരിക്കുന്നതുണ്ടോ. ഇപ്പം ഇനി അടുത്ത് പറയാനുള്ള ഇതിൻ്റെ വേര് പടരത്തെ പറ്റിയാണ്. ഇത് നിങ്ങൾ നോക്കിയാൽ ഇതിനകത്ത് കാണാം. നോക്കിയോ, വേര് കുറവാണ്. ഇപ്പോൾ ആദ്യത്തെ വേരുകളെല്ലാം നേരെ ഉണ്ടായിരുന്നില്ല, ചീഞ്ഞു പോയിട്ടുണ്ട്. ഇതെല്ലാം ചീഞ്ഞു പോയതാണ്. അത് ചീഞ്ഞു പോയിട്ട് രണ്ടാമത് വേര് പുതിയതായിട്ട് വരികയാണ്. അപ്പോൾ ചില ആൾക്കാർ ഇത് ഇങ്ങനെ പൊക്കി കേട്ടോ, അയ്യോ ഇതിന് വേരൊന്നും ഇല്ല, അത് മുഴുവൻ പോയി, വേരില്ലാത്ത തയ്യുന്നത്. ഇതിൻ്റെ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പ്രക്രിയ അങ്ങനെയാണ്. നമ്മൾ ഈ വേരുകളൊക്കെ നഷ്ടപ്പെട്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ അടുത്ത കണ്ടെന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വേരുകൾ ധാരാളം ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടോ, പുതിയ വേരുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും പുതിയ വേരുകൾ വീണ്ടും വരികയാണ്. ഇതിൻ്റെ അടിയിലേക്കൊക്കെ ഉണ്ട്, നല്ലോണം വേരുണ്ട്. പിന്നെ ഇത് ഉണ്ടോ, ഇത് പടകും തോറും ആ ചകിരിച്ചോറ് അഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അതാണ് നാര് വേണമെന്ന് പറയുന്ന കാര്യം. ഇത് കുറച്ച് ലേറ്റ് ആകുമ്പോഴും നമുക്കിത് അഴുകാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടു. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് ആയപ്പോഴത്തേക്കും നല്ല വേര് പിടുത്തം കണ്ടു. ഉണ്ടോ, വേര് കണ്ടോ. ആദ്യത്തെ സ്റ്റെപ്പിൽ ആ വേര് മുഴുവൻ നിങ്ങൾക്ക് കണ്ടാൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ, നല്ലോണം വേര് പിടുത്തമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് വീഡിയോ കാണിച്ചതെന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പുള്ള തൈ എടുത്ത് കാണിച്ചു, ആ വേര് മുഴുവൻ പോയി ചീഞ്ഞിരിക്കുക. അതിന് വേരില്ല. ഇങ്ങനെ തൈയാണ് നഴ്സറിക്കാർ വിതരണം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടു. ഒരിക്കലും അത് വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങളെ ഞാൻ കാണിച്ചു ഒരു സ്റ്റെപ്പുള്ള തൈയുടെ വേരുകൾ, അതിനകത്ത് വേരുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചീഞ്ഞു പോകുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നപ്പോഴത്തേക്ക് അത് വേരായി. അത് വീണ്ടും കാണിച്ചു തരാം. ഇതെല്ലാം നിങ്ങളെ കാണിച്ചു തന്നിട്ട് അത് തെറ്റിദ്ധാരണ കണ്ടോ. ഇതിന് വേര് വന്നുകൊണ്ടിരിക്കുക കണ്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, വേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. പഴയ വേരുകളൊക്കെ നിങ്ങൾക്ക് കാണാം, അതെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പോയിക്കൊണ്ട് കണ്ടോ, അതെല്ലാം ചീഞ്ഞു കണ്ടോ ഇതെല്ലാം. പിന്നെ ഇത് കുറച്ച് ചിലപ്പം ഈ ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് അടിയിലത്തെയൊക്കെ കുറച്ച് ചകിരിച്ചോറൊക്കെ പോകാം. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇത് റൂട്ട് ട്രെയിനറാണ്. യാതൊന്നും നമുക്ക് ഒന്നും സംഭവിക്കുകയില്ല. നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ഉണ്ടോ, ഇത് ഫുള്ള് വേര കണ്ടോ, 2 സ്റ്റെപ്പ് ഇതായും ഉണ്ടോ. ഇത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ കപ്പിനകത്ത് മുളച്ച തൈ എടുത്ത് വെച്ച് അവിടെ നിന്ന് ബെഡ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റബ്ബർ തൈ നമ്മൾ വെക്കുന്ന സമയത്ത് ഒരു സ്റ്റെപ്പുള്ള തൈ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചില ആൾക്കാർക്ക് തൈക്ക് കൂടത്തൈയൊക്കെ ആകുമ്പോൾ നല്ല വളർച്ചയുണ്ടാകും, കുറച്ച് വലിപ്പം ഉണ്ടാകും. പക്ഷേ ഇതിനകത്ത് വേരുപടൽ ഇതിൻ്റെ പകുതി പോലും ഉണ്ടാകത്തില്ല, 4-1 പോലും വേരുപടൽ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് തൈ വെക്കാം. അത് നമ്മൾ തവാറിനെ പാകിയിട്ട് അതിനകത്ത് ബെഡ് ചെയ്തിട്ട് പറിച്ച് നമ്മൾ കപ്പിൽ വെക്കുകയാണെങ്കിൽ 2 സ്റ്റെപ്പ് തൈ വേണം. എന്നാലേ വേരുപടലങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ കൂടക്കത് നമ്മൾ വിത്ത് മുളപ്പിച്ച് അതിനകത്ത് നമ്മൾ ബെഡ് ചെയ്തെടുക്കുന്ന തൈക്ക് 1 സ്റ്റെപ്പ് മതി. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ആദ്യം വരുമ്പോൾ ഇതുപോലെ ഞാൻ കാണിച്ചതുപോലെ വേരുപടലം കുറവായിരിക്കും. ആദ്യത്തെ വേരുപടലങ്ങൾ നശിച്ചു പോകും. രണ്ടാമത് വരുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ വേരുപടലങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പം കാണിച്ചു തരാം. ഇപ്പോൾ വേരുപടലം നിൽക്കുന്നതിനകത്ത് നമ്മളിപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുക തൈക്കകത്ത്. ഇതിപ്പം കട്ട് ചെയ്ത് വെച്ചേ ഉള്ളൂ. ഉണ്ടോ വേര, ഈ വേരൊക്കെ ചീഞ്ഞു പോകും. ഈ വേരൊക്കെ ചീഞ്ഞു പോകുന്നതാണ്. എന്നിട്ട് പിന്നെ രണ്ടാമത് ഇത് അടുത്ത സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും പുതിയ വേരുകൾ വരികയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് പ്രക്രിയ. അതുകൊണ്ട് അത് വേര് ഇല്ലാത്ത തൈയല്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് 2-3 ബെഡ് ചെയ്ത് നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ഒരു നഴ്സറിക്കാരനെ സംബന്ധിച്ച് ഇന്ന് എല്ലാ ഉൽപ്പാദനം ചില കൂടുതലാണ്. ചകിരിച്ചോറിന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ചകിരിച്ചോറ് ടൈറ്റാണ്. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റൗണ്ട് ചെയ്ത് പിടിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യും. അത് നിങ്ങൾ ഇത് നോക്കി കാണാം. ഇതൊക്കെ 2 പ്രാവശ്യം ചെയ്തതാണ്. 3 പ്രാവശ്യം ചെയ്യല്ല, ഒന്ന് ചെയ്ത് അവിടെ പോയി അത് പിടിക്കാത്ത രണ്ടാമത് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഇത് പ്രക്രിയ. അല്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിലേക്ക് പോകും. നഴ്സറികൾ ആർക്കും മുതലാകത്തില്ല. ഇന്ന് വിൽക്കുന്ന തൈക്ക് 200 രൂപയ്ക്ക് മേലെ
അതിന് വില നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള വീഡിയോകളാരും മനസ്സിലാക്കാതെ ചെയ്യരുത്. ഇത് ഞാൻ 3 പ്രാവശ്യം റബ്ബർ ബോർഡിൻ്റെ ട്രെയിനിങ്ങിന് പങ്കെടുത്തതാണ്. അവിടെ നിന്ന് കിട്ടിയ അറിവുകളാണിതൊക്കെ. അപ്പം ഇത് പിന്നെ നമ്മുടെ ഈ 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ കാര്യത്തിൽ. കപ്പ് തേയില് ഒരു 15 വർഷത്തിന് മേലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ ചെയ്ത്. അപ്പം കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് കപ്പ് തേയ് വെക്കുന്നതാണ്. അവന് കൃഷിച്ചെലവ് കുറവാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു കുട്ടയ്ക്കകത്ത് നമുക്ക് തൈ എടുക്കാൻ പറ്റുന്ന 25 തൈ മിനിമം എടുത്തിട്ട് പോവാം. ഒരു സ്ത്രീക്ക് 25 തൈ മിനിമം എടുത്തുകൊണ്ടുപോയി നമുക്ക് ഫ്ലോട്ടിലേക്ക് സൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റും. കൂടുതൽ ആകുമ്പോൾ നമുക്ക് എണ്ണം കുറവായിരിക്കും. ഒരു 5 6 എണ്ണത്തിൽ കൂടുതൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഉൽപ്പാദന ചെലവ് നമ്മുടെ നേഴ്സറിക്കാരനെ സംബന്ധിച്ച് കൂടുതലും കൃഷിക്കാരനെ സംബന്ധിച്ച് അത് കുറവായിരിക്കും. അങ്ങനെ നിങ്ങൾ ആ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ഇന്നൊരു വീഡിയോ ചെയ്തത്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.